ഹായ് ഹലോ, എൻ്റെ മെമ്പർഷിപ്പ് എടുത്ത എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന കാർഡ്സാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? ഇന്നേ ദിവസം മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ നിങ്ങളുടെ ജീവിതത്തിൽ 10 ഓഫ് കപ്പിൻ്റെ ഒരു അനുഗ്രഹം വന്നു ചേരുന്നു. കുടുംബ സമാധാനം, സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് കാണുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഗൾഫിലായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തേക്ക് യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്തേക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു കുടുംബ സമ്മേളനത്തിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളെയും വിട്ടുകൊണ്ട്, നിങ്ങൾക്ക് പാസ്റ്റിനെ വിട്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു ഗ്രോത്ത് വരുന്നു, നിങ്ങളുടെ ലൈഫിലൊരു ക്ലാരിറ്റി വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, വീണ്ടും ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരികെ നൽകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതെല്ലാം ബാലൻസിങ്ങിൽ വരും എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിലേക്ക് ഗ്രോത്ത് വരും. പക്ഷേ നിങ്ങൾ സിറ്റുവേഷനെ ഭയന്ന് ഓടാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, ഈ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് അപകടങ്ങൾ വരുത്തുന്നതാണോ എന്ന് സ്വയം ചിന്തിക്കുക. കാരണം ഈ വ്യക്തി വാള് പിടിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓപ്പോസിറ്റ് സൈഡിൽ പിടിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് നമുക്ക് തന്നെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ പോകുന്നു. നിങ്ങൾ അതിവേഗം നിങ്ങൾ മുന്നോട്ട് കുതിക്കാൻ പോകുന്നു. നിങ്ങളുടെ പാഷനിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. യൂണിവേഴ്സ് നിങ്ങളതിനെ സഹായിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ മനക്കരുത്തോടു കൂടി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സ് തന്നെ എപ്പോഴും നിങ്ങളുടെ ശക്തിയായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിന് എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? 10 ഓഫ് കപ്പ് നിങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ നിങ്ങൾ കോൺഫ്ലിക്റ്റിൽ കൂടി കടന്നു പോകുന്നു എങ്കിൽ ആ തീരുമാനം യൂണിവേഴ്സ് എടുത്തിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ദ വേൾഡിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള കുറേ നാളായിട്ട് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ദ വേൾഡാണ്. പല കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് വരുന്നു എന്നുള്ളൊരു എനർജി വന്നിരിക്കുന്നു. റിന്യൂവൽ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തെ തേർഡ് പാർട്ടി വന്ന് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ കുടുംബജീവിതം രണ്ട് ഭാഗത്തേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ശക്തിയാൽ നിങ്ങൾ ഒന്നായിത്തീരുന്നു. തേർഡ് പാർട്ടിയെ ഇവിടെ ഒഴിവാക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം കുറവ് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ അബദ്ധങ്ങൾ കാരണം നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചില സ്ഥാനങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തുചാട്ടമോ ഈഗോ കാരണമോ നിങ്ങൾക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ബാലൻസിങ്ങിൽ വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ സ്ഥാനം ലഭിക്കും. അത് കുടുംബജീവിതത്തിലെ സ്ഥാനമാണെങ്കിലും ജോലി സ്ഥലത്തെ സ്ഥാനമാണെങ്കിലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് അതിവേഗം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് വരാൻ പോകുന്നു. നിങ്ങളുടെ പാഷൻ എന്താണോ അതിന് ഗ്രോത്ത് ലഭിക്കുന്നു. നിങ്ങളുടെ സ്ഥാനം എന്താണോ അതിന് നിങ്ങൾക്ക് ഗ്രോത്ത് ലഭിക്കുന്നു. തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്നും ദൂരേക്ക് മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എൻ്റെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.